നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനം വകുപ്പിനെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടില്ല. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. വനം വകുപ്പ് മേധാവിയുമായി പ്രശ്നങ്ങളില്ലെന്നും എ കെ ശശീന്ദ്രൻ. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണവുമായി വിദ്യാർത്ഥികൾ. ബഷീർ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച് വിദ്യാലയങ്ങൾ. കലക്ടറെ അറിയാൻ പരിപാടിയുമായി താവക്കര ഗവൺമെന്റ് UP സ്കൂളും. ജൂലൈ 30-31 തീയതികളിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു. പണിമുടക്കം DA വാഗ്ദാനം ഉത്തരവാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ദ്വിദിന സമരത്തിന് മുന്നോടിയായി മേഖലാ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വനം വകുപ്പിനെ വിമർശിച്ചെന്ന വാർത്ത തെറ്റെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് വന്നത്. വനം വകുപ്പ് മേധാവിയുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം അവധിയെടുത്തത്. മലയോര മേഖലയിൽ ഇറങ്ങിയ വന്യജീവികളെ തുരത്താനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയൊന്നല്ല മീറ്റിംഗ് വിളിച്ചത്. വനം വകുപ്പ്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ വനം വകുപ്പിനെതിരെ നല്ല വിമർശനം വരുന്നുണ്ട്. അത് നമ്മുടെ ആളുകൾ കരുതിയിരിക്കുന്നത് ഈ വനം വകുപ്പ് മന്ത്രിയുടെ ചുമതല വന്യജീവി സംഹാരമാണ് എന്നാണ്. ആ ധാരണയിൽ അവർ സംരക്ഷണമാണ് ആ ചുമതല എന്ന് മനസ്സിലാക്കിയാതെയാണ് ചെയ്യുന്നത്. അംഗങ്ങളുടെ പെരുമാറ്റം സംബന്ധിച്ചാണ് അംഗങ്ങളിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിലുണ്ടായത്. അല്ലാതെ ഈ പ്രശ്നം ചർച്ച ചെയ്യാനല്ല. ഇങ്ങനെ നെഗറ്റീവായി ചോദിക്കുന്ന ഒരു പ്രവണത, ഞാൻ പറഞ്ഞല്ലോ, ഇത് അല്ലെങ്കിൽ ഇത് അസാധാരണമാണ് നിങ്ങൾ പറയാം. ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റു സംസ്ഥാനങ്ങളിലെയോ ഡിപ്പാർട്ട്മെൻറ്റിലായി ഇങ്ങനെ ഉണ്ടായില്ല. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കണം. ഈ ദുർവ്യാഖ്യാനത്തെ തന്നെയാണ് ജാഗ്രതയോടുകൂടി കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ വൻ മദ്യവേട്ട. 13 പെട്ടികളിലായി 500 ml 234 കുപ്പി മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പയ്യന്നൂർ പെരിങ്ങോം വയക്കരയിലെ കുപ്പോൺ സ്വദേശി P നവീനിനെയും മദ്യം കടത്താൻ ഉപയോഗിച്ച ഇൻഡിഗോ കാറും കസ്റ്റഡിയിലെടുത്തു. മാടപ്പീടികയിലെ എക്സൈസ് ഓഫീസിലെ ലാൻഡ് ഫോണിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ദേശീയപാതയിലെ ടോൾ ബൂത്തിനു സമീപം വ്യാഴാഴ്ച വൈകിട്ടാണ് മദ്യക്കടത്ത് പിടികൂടിയത്. പയ്യന്നൂർ പെരിങ്ങോം വയക്കരയിലെ കുപ്പോൾ സ്വദേശി P നവീനെ കസ്റ്റഡിയിലെടുത്തു. 3ാം തവണയാണ് മദ്യം കടത്തുന്നതെന്ന് നവീൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ MK മോഹൻദാസ്, പ്രിവന്റീവ് ഓഫീസർമാരായ K ബൈജേഷ്, MK സുമേഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ MK പ്രസന്ന, PP ഐശ്വര്യ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ K ബിനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മുണ്ടേരി പഞ്ചായത്ത്, കൃഷിഭവൻ, കാർഷിക വികസന, കർഷകക്ഷേമ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അഗ്രോ സർവീസ് സെന്റർ പരിസരത്ത് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള ഉദ്ഘാടനം ചെയ്തു. എന്നതിന്റെ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഞാറ്റുവേല ചന്ത. അത്രയും പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, എന്ത് നട്ടാലും പൊടിക്കുന്ന ആ ഒരു കാലാവസ്ഥ നമ്മൾ ഞാറ്റുവേല ചന്തയായി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് തീർച്ചയായും നമ്മുടെ കർഷകരെല്ലാവരും, ഇതിൽ കൂടി കുട്ടികളെയും കൂടി ഈ ഒരു കർഷക സഭയിലേക്കും അതുപോലെ ഞാറ്റുവേല ചന്തയിലേക്കും അവരെ കൂടി പ്രാധാന്യം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് പറയാനുള്ളത്. ഈ കർഷക ഞാറ്റുവേല ചന്തയും അതുപോലെ കർഷക സഭയും ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനീഷ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ S ഗീതു സ്വാഗതം പറഞ്ഞു. വിവിധ ഇനം കാർഷിക വിളകളുടെ വിൽപ്പനയും പ്രദർശനവും നടന്നു. വിവിധ ഇനം മാവുകൾ, പ്ലാവുകൾ, കവുങ്ങ്, കുരുമുളക്, തെങ്ങിൻ തൈകൾ, കശുമാവ്, ഗ്രാഫൈറ്റ് മല്ലിക, ജാതിക്ക തുടങ്ങിയവയുടെ വൻ ശേഖരം ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർഡ് മെമ്പർമാരായ T രവീന്ദ്രൻ, K ബാലൻ, അഗ്രോ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് KV സതീശൻ, V ഗംഗാധരൻ, കൃഷ്ണദാസ്, K രാജീവൻ മാസ്റ്റർ, K സുജന, VS അരുൺ എന്നിവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവിനെതിരെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പാലയാട് HS റോഡിന് സമീപം വലിയ മുറ്റത്ത് വീട്ടിൽ അപ്പു എന്ന മൃദുലിനെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 2007 വകുപ്പ് പ്രകാരം കാപ്പ ചുമത്തിയത്. അറസ്റ്റ് ചെയ്ത് ഇയാളെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നിരവധി കേസുകളിൽ പ്രതിയായ മൃദുലിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാലയാട് HS റോഡിന് സമീപം വലിയ മുറ്റത്തെ വീട്ടിൽ അപ്പു എന്ന മൃദുലിനെതിരെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 2007 വകുപ്പ് പ്രകാരം കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഇയാൾ ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് പരിധികളിലെ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെയും തുടർച്ചയായി സമൂഹത്തിലെ സമാധാനം ലംഘിക്കുന്നവരെയും നിരീക്ഷിച്ച് ശക്തമായ കാപ്പ നടപടികൾ കണ്ണൂർ സിറ്റി പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനം വകുപ്പിനെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടില്ല. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. വനം വകുപ്പ് മേധാവിയുമായി പ്രശ്നങ്ങളില്ലെന്നും എ കെ ശശീന്ദ്രൻ. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണവുമായി വിദ്യാർത്ഥികൾ. ബഷീർ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച് വിദ്യാലയങ്ങൾ. കലക്ടറെ അറിയാൻ പരിപാടിയുമായി താവക്കര ഗവൺമെന്റ് UP സ്കൂളും. ജൂലൈ 30-31 തീയതികളിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു. പണിമുടക്കം DA വാഗ്ദാനം ഉത്തരവാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ദ്വിദിന സമരത്തിന് മുന്നോടിയായി മേഖലാ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ലീഡർ കെ കരുണാകരന്റെ 106ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് DCCയിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ AD മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഞ്ച് സന്തതികളിൽ 4ാമനാണ് കരുണാകരൻ. അച്ഛൻ ഒരു വില്ലേജ് ഓഫീസറായതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ നിരന്തരമായ ട്രാൻസ്ഫർ ആയിരുന്നു അച്ഛന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മറ്റൊന്നിലേക്ക് കല്യാശ്ശേരിയിൽ പഠിച്ചിരുന്നു, പാപ്പൻശ്ശേരിയിൽ പഠിച്ചിരുന്നു, മുഴപ്പിലങ്ങാട് പഠിപ്പിച്ചിരുന്നു, ധർമ്മടത്ത് പഠിച്ചിരുന്നു.
അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് പലരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ടായിരുന്നു, ലീഡർ ഒന്ന് കിട്ടണം, അതേ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ ലീഡറോട് ചോദിച്ചു, ലീഡർ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഒരു സ്കൂളിലും മര്യാദയൊക്കെ പഠിച്ചിട്ടില്ല. മൂത്ത ജ്യേഷ്ഠൻ്റെ കൂടെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറി. അവിടെ INTUC-യുടെ തോട്ടം തൊഴിലാളികളുടെ പ്രവർത്തകനും നേതാവുമായി മാറിക്കഴിഞ്ഞു. ഒന്നാന്തരം കൈയെഴുത്തായിരുന്നു ലീഡറുടെ. മനോഹരമായി അദ്ദേഹം ചിത്രം വരക്കാറുണ്ടായിരുന്നു. ആ കാലത്ത് തൃശ്ശൂരിൽ നടക്കുന്ന പാർട്ടിയുടെ പരിപാടികളിൽ ചുവരെടുത്ത് ലീഡർ സ്വയം ചെയ്യുകയാണ്. ഒരിക്കലും അറിയാത്ത ഒരു കൊലപാതക കേസിൽ ലീഡർ പ്രതിയാകുകയാണ്. തൃശ്ശൂർ തോട്ടം തൊഴിലാളി ഒരു CITക്കാരനെ കൊല ചെയ്ത കേസിൽ ഒരു തരത്തിലും ബന്ധമില്ലാതിരുന്ന ലീഡർ ആ കൊലക്കേസിലെ പ്രതിയായി മാറുന്നു. അതോടുകൂടിയാണ് ആ വലിയ മനുഷ്യന്റെ ശക്തമായ പോരാട്ടത്തിന്. അഡ്വക്കേറ്റ് TO മോഹനൻ, VV പുരുഷോത്തമൻ, K പ്രമോദ്, സുരേഷ് ബാബു എളിയാവൂർ, അമൃത രാമകൃഷ്ണൻ, T ജയകൃഷ്ണൻ, മുഹമ്മദ് ഷമ്മാസ്, MP വേലായുധൻ, ശ്രീജ മഠത്തിൽ, കുട്ടിനേഴത്ത് വിജയൻ, കയക്കുൽ രാഹുൽ, കൂക്രി രാജേഷ്, AT നിഷാന്ത്, CM ഗോപിനാഥ്, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, കല്ലിക്കോടൻ രാകേഷ്, ഉഷാകുമാരി, U ഹംസ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനം. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി കൗൺസിലിന്റെയും വിദ്യാരംഗം ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ബഷീർ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രഭാഷകനും അധ്യാപകനുമായ CM രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു അവയവമാണ് ഭാഷ. അപ്പോൾ ഭാഷ ഏറ്റവും നന്നായി ഉചിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പരസ്പര ബന്ധം ഏറ്റവും നന്നായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്ന ആൾക്കാർക്കോ അനേകരുമായി സംവദിക്കാനുള്ള സാധ്യതയാണ് തുറന്നു വരുന്നത്. നമ്മുടെ സാമൂഹിക ബന്ധത്തെ ഒന്നുകൂടി വിപുലമാക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭാഷാ ക്ലബ്ബുകളുടെ എല്ലാം പ്രവർത്തനം ഈ ഒരു ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏത് ഭാഷാ ക്ലബ്ബിൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആ ഭാഷയിൽ ചിന്തിക്കാനും ആ ഭാഷയിൽ സംസാരിക്കാനും ആ ഭാഷ പിറന്ന നാട്ടിലെ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായി ഉണ്ടാകണം. ഈ ഭാഷാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഈ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഭാഷാ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഹെഡ്മാസ്റ്റർ CA അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. K ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. ബഷീർ ഡോക്യുമെന്ററി മത്സരം, കഥാപാത്രങ്ങളുടെ രംഗഭാഷ്യം, ചിത്രപ്രദർശനം എന്നിവയും നടന്നു. സ്റ്റാഫ് സെക്രട്ടറി K വേണുമാസ്റ്റർ, അധ്യാപകരായ TV ബിലാസിനി, C ശ്രീജേഷ്, CA റസ്മീന, K സുശീല, K ഷാബു, നിത്യ തുടങ്ങിയവർ സംസാരിച്ചു. അലൻ അജേഷ്, നിവേദ്യ, R പ്രദീപ്, ദാനി, ഇക്സാൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് യാസിൻ ആസ്വാദനക്കുറിപ്പ് അവതരണവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ C സമീർ ഉദ്ഘാടനം ചെയ്തു. എഴുതുന്ന സമയത്ത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകമായി മരത്തിന്റെ കീഴിലാണ് അദ്ദേഹം ഇരുന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ സ്പന്ദനങ്ങളെയും ഒപ്പിയെടുത്തുകൊണ്ടുള്ള കൃതികൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ TP മെഹറൂഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മുനീർ മാസ്റ്റർ, സിന്ധു ടീച്ചർ, നൌഷാദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡെപ്യൂട്ടി HM സൈനബ ടീച്ചർ സ്വാഗതവും കൺവീനർ റിഷ ടീച്ചർ നന്ദിയും പറഞ്ഞു. ബഷീറിന്റെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി കുട്ടികളുടെ സ്കിറ്റ് അരങ്ങേറി. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ദിനം ആചരിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വരച്ച ബഷീർ ചിത്രങ്ങളുടെ പ്രദർശനവും പ്രത്യേക അസംബ്ലിയും നടന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീതിക VV ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥി നവസൂരിയും ശ്രീതികയും ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വിദ്യാരംഗം കലാവേദി സ്കൂൾ കൺവീനർ ഷൈജ ടീച്ചർ, ഹെഡ്മാസ്റ്റർ മുഹമ്മദ് അഷ്റഫ്, ഋതിക രഞ്ജിത്ത്, ശിവാനി ബിന്ദു എന്നിവർ ബഷീർ കൃതികളെക്കുറിച്ച് സംസാരിച്ചു. എല്ലാ കാലങ്ങളിലും വായനക്കാരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരുപാടധികം പുസ്തകങ്ങളുടെ കർത്താവാണ് അദ്ദേഹം.
കുഞ്ഞിപ്പാത്തുമ്മ എന്ന നിഷ്കളങ്കയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയാണ് കഥാനായിക. അവർ നല്ല സമ്പന്നരായും കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മ കുഞ്ഞിത്താച്ചുമ്മ അവരുടെ പ്രൗഢിയും മഹത്വവും എടുത്തു കാണിക്കുന്നതിനായി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്റെ ഉപ്പുകാക്കരാനേണ്ടാണ് എന്നത്. അന്യനാട്ടിൽ പോയി പഠനം നടത്തുന്നവരോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ബഷീർ എന്ന് പറയുന്നതായിരിക്കും. കയ്യിൽ ഭക്ഷണത്തിന് പോലും കാശില്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നാൾക്കുനാൾ വിശപ്പിന്റെ ചരട് കയ്യിൽ പിടിച്ച് കഴിയുന്ന ബഷീർ കഥയുടെ തുടക്കം തന്നെ തന്റെ ജന്മദിനത്തിൽ തന്റെ സുഹൃത്തിൽ നിന്നും വാങ്ങിയ വസ്ത്രവും ഷൂസും ധരിച്ച്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന വിവിധ പരിപാടികളുടെ സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദേശീയ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കലക്ടറെ അറിയുക എന്ന പരിപാടി സംഘടിപ്പിച്ചു. താവക്കര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ കലക്ടർ അരുൺ K. വിജയനുമായി അഭിമുഖം നടത്തി. സ്കൂളിലെ 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് കലക്ടറുമായി സംസാരിക്കാനെത്തിയത്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനത്തിലാണ് താവക്കര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ കളക്ടർ അരുൺ K. വിജയനുമായി അഭിമുഖം നടത്തിയത്. നല്ല പുസ്തകങ്ങൾ, നമുക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് മാത്രമേ. രണ്ട്, ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളുടെ ഇടയിൽ വായന ചിലപ്പോൾ ഏറ്റവും താല്പര്യം കുറഞ്ഞ ഒരു കാര്യമായിരിക്കും. നമുക്ക് കളിക്കാൻ താല്പര്യമുണ്ടാകും, സിനിമ കാണാൻ താല്പര്യമുണ്ടാകും. അതിനിടയിൽ വായന ചിലപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയൊക്കെ താല്പര്യമുള്ള സമയമായിരിക്കും. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സമയം മാറ്റി വയ്ക്കുക. ദിവസവും അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ വായിക്കാനുള്ള സമയം മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ആദ്യം പറഞ്ഞ താല്പര്യമുള്ള പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് വായിക്കാനുള്ള ശ്രമം നടത്താം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ശീലമായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കാലത്ത് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പല്ല് കഴിക്കുന്ന പോലെ വായിക്കാൻ മടി മാറ്റാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? Sir, our old house was Pallikun house. There 3 children came by dust blocking and catch my face. We gave case to police. Police came in my house, but police not take any case. After that, police nothing did. സ്കൂളിലെ 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് കളക്ടറുമായി സംസാരിക്കാൻ എത്തിയത്. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് കളക്ടർ മറുപടി പറഞ്ഞു. കോർഡിനേറ്റർ രഞ്ജിത്ത് സർക്കാർ, ഹെഡ്മാസ്റ്റർ KK റഹീം എന്നിവരും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷനും ശ്രീചന്ദ് ഹോസ്പിറ്റലും കൈകോർത്തുകൊണ്ടുള്ള ശ്രീചന്ദ് ഹെൽത്തിയർ പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീചന്ദ് ഹോസ്പിറ്റൽ CEO നിരൂപ് മുണ്ടയാടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ കാർഡിന്റെ പേര് ഹെൽത്തിയർ എന്നാണ്. ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ നല്ല അവസ്ഥ ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾ ഹെൽത്തിയർ എന്ന യൂസേജ് കൊണ്ട് ഉപയോഗം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ആഫ്റ്റർ റിട്ടയർമെന്റ് മറ്റുള്ള ജോലികളിൽ ഇടപെട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടായേക്കാം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീടുകളിലേക്ക് ഒതുങ്ങുന്നു. നിങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിന് ലിമിറ്റേഷൻസ് വരുന്നു. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉൾപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. പ്രധാനമായിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷവും നല്ല ലൈഫിലേക്ക് പോകേണ്ടതുണ്ട്, വളരെ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെ ശ്രീചന്ദ് സഹായിക്കാൻ പറ്റും എന്നാണ് ഈ ഹെൽത്തിയർ കാർഡ് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രിവിലേജ് കാർഡുകൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചത്. 1-2 കാര്യം ഞാൻ പറയാം. നേരത്തെ വിജയൻ സാർ സൂചിപ്പിച്ചതുപോലെ 75% ഡിസ്കൗണ്ട് അതവിടെ ഇരിക്കട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്കൗണ്ട് തന്നിട്ട് ആളെ കൂട്ടാനുള്ള ഒരു കാർഡ് അല്ല, അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതൊരു ബിസിനസ് കൺസെപ്റ്റ് ഇല്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിന്റെ മാത്രം കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിവിലേജ്. നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പർ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രിവിലേജ് ഒക്കെ കിട്ടും എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് അതിനകത്തുണ്ട്. ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും, അൾട്രാസൗണ്ടിൽ വെയിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും, മറ്റുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കാൻ പറ്റും. ദെൻ അതിന് കൂടുതൽ ഡിസ്കൗണ്ട് നമ്മൾ ഓബിയസ്ലി എപ്പോഴും കിട്ടുന്ന സാധനം 75% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സൗജന്യമാണ്. റെയിൽവേ പെൻഷനേഴ്സിന് വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ പ്രിവിലേജ് കാർഡ് വിതരണം നടത്തിയത്. ഹോസ്പിറ്റലിൽ ഏത് OP വിഭാഗത്തിലും 75% ഇളവ് റെയിൽവേ പെൻഷനേഴ്സിന് ലഭിക്കും. മറ്റ് സേവനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ആനുകൂല്യങ്ങളും പ്രിവിലേജ് കാർഡ് നേടുന്ന ഓരോ റെയിൽവേ പെൻഷനേഴ്സിനും ലഭ്യമാക്കുന്നുണ്ട്. ചടങ്ങിൽ പ്രസിഡന്റ് വിജയൻ വലിയപുരയിൽ അധ്യക്ഷത വഹിച്ചു. CMS മുഹമ്മദ് അബ്ദുൽ നാസർ, സെക്രട്ടറി BV രമേശ്, ജോയിന്റ് സെക്രട്ടറി PO രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AV പ്രഭാകരൻ, SR മാനേജർ ദീപക് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. PR മാനേജർ
ടീച്ചർ സനു PC പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം നടത്തിയ BLS ക്ലാസും നടന്നു. 600 രൂപയാണ് കൺസൾട്ടിംഗ് ഫീ വാങ്ങിക്കുക. കയറുമ്പോൾ തന്നെ ഏതാ ഡോക്ടർ എന്താന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മിനിമം 400 to 600 രൂപ വരെയാണ് കൺസൾട്ടിംഗ് ഫീ വാങ്ങിക്കുന്നത്. ആ കൺസൾട്ടിംഗ് ഫീയിൽ നമ്മുടെ ശ്രീചന്ദ് ഹോസ്പിറ്റൽ പറയുന്നത് 75% കൺസെഷൻ തരാമെന്നാണ്. അതായത് 400 രൂപയാണ് നിങ്ങൾക്ക് ഒരു ENT ഇവിടെ കൺസൾട്ടിംഗ് ഫീ എങ്കിൽ നമ്മൾ 100 രൂപ കൊടുത്താൽ മതി. അതാണ് ഏറ്റവും വലിയ സൗജന്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രിവിലേജ് എന്ന് പറയാം നമുക്ക് ഈ ശ്രീചന്ദ് ഹോസ്പിറ്റൽ തരാൻ പോകുന്നത്. ഇത് നമുക്ക് മാത്രമല്ല, നമ്മുടെ അച്ഛനമ്മയ്ക്കും നമ്മുടെ മക്കൾക്കും അത് ലഭിക്കും. നമ്മുടെ അച്ഛനമ്മമാർക്ക് റെയിൽവേയിൽ എന്തെങ്കിലും ചികിത്സാ സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല. ചികിത്സാ സഹായം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു സൗജന്യം കൂടി അവര് തരാമെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് ജീവനക്കാർ ജൂലൈ 30, 31 തീയതികളിൽ ദ്വിദിന പണിമുടക്ക് നടത്തും. അതിനു മുന്നോടിയായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ 4 വർഷ കാലയളവിനുള്ളിൽ ഈ ജീവനക്കാരും അവരൊക്കെ തന്നെ ഈ തെരുവിൽ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം
ഉണ്ടായിരിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. നിരവധി സമരങ്ങൾ, അത് പല രീതിയിലും പല ഭാവത്തിലുമായുള്ള സമരങ്ങൾ കേരള ബാങ്കിൻ്റെ ഈ ബാങ്കിൻ്റെ ജീവനക്കാർക്ക് നടത്തേണ്ടതായി വന്നിട്ടുണ്ട്. അതിനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. പല തലത്തിലും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് DA എത്ര ശതമാനമാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കിപ്പോൾ 34% അവിടെ പെൻഡിങ്ങിലായി കിടക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 19%. പല തവണ തന്നെ മന്ത്രിമാർ സമരങ്ങൾ നടത്തുമ്പോൾ മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർക്കും, കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അതേപോലെ തന്നെ അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. 20% DA വാഗ്ദാനം, ഉത്തരവാക്കുക, പേ റിവിഷൻ കമ്മിറ്റി രൂപീകരിക്കുക, മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കുക. കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ KP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. മനോജ് കുവേരി, മുണ്ടേരി ഗംഗാധരൻ, P സുനിൽകുമാർ, രേഖ കുപ്പത്തി, ഹബ്സ മുസ്തഫ, TP സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 1 ടണ്ണോളം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തു. കണ്ണൂർ മാർക്കറ്റിലെ ഗോപാൽ സ്ട്രീറ്റ് റോഡിൽ TK സുലൈമാൻ ആൻഡ് സൺസ് എന്ന മൊത്ത വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് വിവിധ അളവിലും കനത്തിലുമുള്ള 1 ടണ്ണോളം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത്. 15 മുതൽ 25 വരെ കിലോഗ്രാമിന്റെ ചാക്കുകളിലായിട്ടാണ് നിരോധിത ക്യാരി ബാഗുകൾ സൂക്ഷിച്ചിരുന്നത്. മുൻപ് ഇതേ സ്ഥാപനത്തിൽ പരിശോധന നടത്തി പ്ലാസ്റ്റിക് കപ്പ് തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങൾ സ്ക്വാഡ് പിടിച്ചെടുത്തിരുന്നു. ഈ ഗോഡൌണിന് തൊട്ടടുത്തായി തന്നെ ക്യാരി ബാഗുകൾ മാത്രം സൂക്ഷിച്ച പ്രത്യേക കടമുറിയിൽ നിന്നാണ് സ്ക്വാഡ് ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും കൂടിയ അളവിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കണ്ടെടുത്തത്. ഒരേ സ്ഥാപനത്തിൽ നിന്നും രണ്ടാമതും നിരോധിത വസ്തുക്കൾ പിടികൂടിയതുകൊണ്ട് 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ലോക പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ദിനമായ ജൂൺ 4-നും കണ്ണൂർ നഗരത്തിൽ നിരോധിത ക്യാരി ബാഗുകൾ സുലഭമെന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിനെ തുടർന്നാണ് സ്ക്വാഡ് മിന്നൽ പരിശോധനയ്ക്കെത്തിയത്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷരീഖുൽ അൻസാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജുനാ റാണി, കണ്ടിൻജന്റ് ജീവനക്കാരായ സജികുമാർ, ജുനൈദ്, ഗണേഷ്, പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പന്നി ഫാമുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം. 30,000 രൂപ പിഴ ചുമത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പരിശോധനയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിന് പറവൂരിലെ ന്യൂ ഫാം ഉടമയ്ക്ക് 10,000 രൂപയും ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി കല്ലുവെട്ട് കുഴിയിൽ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടിയതിനും മലിനജലം ഒഴുക്കിവിട്ടതിനും നിരപ്പേൽ ഫാം ഉടമ അനിൽകുമാറിന് 20,000 രൂപയുമാണ് പിഴ ചുമത്തിയത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടൽ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പന്നികൾക്കുള്ള തീറ്റ ശേഖരിക്കുന്നത്. എന്നാൽ ജൈവ വേസ്റ്റുകൾ ശേഖരിക്കുന്നതിന് പകരം തരംതിരിക്കാത്ത മാലിന്യം ഫാമിലേക്ക് കൊണ്ടുവരികയും പന്നികൾ ഭക്ഷിക്കാത്ത പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് ന്യൂ ഫാമിൽ കത്തിക്കുകയും ചെയ്യുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. നിരപ്പേൽ ഫാം ഉടമ ചെങ്കൽ കോറിയിൽ നിക്ഷേപിച്ച ശേഷം മണ്ണിട്ട് മൂടിയ അജൈവ മാലിന്യങ്ങൾ വീണ്ടെടുത്ത് ശാസ്ത്രീയമായി സംസ്കരിക്കാനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യം നൽകാതെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണ മാലിന്യവുമായി കൂട്ടിക്കലർത്തി പന്നി ഫാമുകളിലേക്ക് നൽകുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പന്നി ഫാമുകളിൽ പരിശോധന നടത്തിയത്. പന്നി ഫാമിലേക്ക് ഭക്ഷണ മാലിന്യം നൽകുന്ന ഹോട്ടലുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൈമാറ്റത്തിന് സഫയർ ഹോട്ടലിൽ 10,000 രൂപ പിഴ ചുമത്തിയിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ PP അഷ്റഫ്, നിതിൻ വത്സൻ, നബീൽ C, സിബിൽ CK എന്നിവർ പങ്കെടുത്തു. എളയാവൂർ CH സെന്റർ അന്തേവാസികൾക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം IAM സ്റ്റഡീസിലെ വിദ്യാർത്ഥികളും പങ്കാളികളാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധനസമാഹരണത്തിന്റെ ഭാഗമായി കൂടെ എന്ന ഗസൽ വിരുന്ന് നടത്താൻ തീരുമാനിച്ചതായും സംഘാടകർ അറിയിച്ചു. ജൂലൈ 12-ന് EK നായനാർ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആതുര സേവന രംഗത്ത് 25 വർഷത്തോളമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് എളയാവൂർ CH സെന്റർ നടത്തുന്നത്. ആലംബഹീനർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി പടുത്തുയർന്ന ഹോപ്പ് വാലി എന്ന പദ്ധതിയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് കേരളത്തിലെ പ്രമുഖ കൊമേഴ്ഷ്യൽ പഠന കേന്ദ്രമായ എളയാവൂരിലെ IAM സ്റ്റഡീസിലെ വിദ്യാർത്ഥികളും പങ്കാളികളാവുന്നത്. ഇതിനായി 1000-ലേറെ വിദ്യാർത്ഥികൾ ഫണ്ട് ശേഖരണത്തിൽ പങ്കാളികളാവുമെന്ന് സംഘാടകർ അറിയിച്ചു. നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് ആയിരക്കണക്കിന് മയ്യത്തുകളാണ് ഈ പ്രദേശങ്ങളിലെ മലബാറിലെ തന്നെ മിക്കവാറും പ്രദേശത്തെ മയ്യത്തുകൾ ഈ പ്രദേശത്തെ ആളുകൾ കൈകാര്യം ചെയ്തത്. മരിച്ച ആളുകളുടെ മയ്യത്തുകളും അതുപോലെ പരിപാലനവും ഒക്കെ ഏറ്റെടുത്തത് കണ്ണൂർ ഭാരം CH സെൻ്ററാണ്. അവിടെ സാധാരണ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളിലേതുപോലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ സന്ദർശിക്കാറുണ്ട്.
അത്തരമൊരു സന്ദർഭത്തിലാണ് IAM സ്റ്റഡീസിലെ കുട്ടികൾ, അവിടുത്തെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, സാലിഹ് ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ചപ്പോൾ ആ കുട്ടികൾക്ക് ബോധ്യമായത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബ്രോഷറിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണത്തിന് വലിയ സാമ്പത്തിക സമാഹരണം അനിവാര്യമാണ്. IAM സ്റ്റഡീസിലെ കുട്ടികൾ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മനുഷ്യൻ്റെ വളർച്ച പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം രംഗങ്ങളിൽ കുട്ടികൾ ഒന്നിച്ചു നിൽക്കണം. അന്തേവാസികളുടെ കൂടെ, സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളെ ഇൻമേറ്റ്സിൻ്റെ കൂടെ കുട്ടികളും ഒന്നിച്ചു നിൽക്കുക എന്നൊരു വലിയ ആശയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നായനാർ അക്കാഡമിയിൽ ഗസൽ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ബേസിക്കായ പ്രവർത്തനങ്ങൾ ഈ IAM അക്കാഡമിയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇവരെ ഒരുപാട് സേവനം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ കണ്ടു. ഇവരെ വിദ്യാർത്ഥികൾക്ക് വിദേശങ്ങളിൽ പഠന സൗകര്യം ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ വരെ അത്തരം സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമായൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. പദ്ധതിയുടെ പൂർത്തീകരണത്തിനുള്ള ധനസമാഹാരത്തിന്റെ ഭാഗമായി കൂടെ എന്ന ഗസൽ വിരുന്ന് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രശസ്ത ഗായകരായ റാസയും ബീഗവും പങ്കെടുക്കുന്ന ഗസൽ വിരുന്ന് ജൂലൈ 12 വൈകിട്ട് 7 മണി മുതൽ കണ്ണൂർ EK നായനാർ കൺവെൻഷൻ സെന്ററിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി എളിയാവൂർ CH സെന്റർ നടത്തിവരുന്ന അന്തേവാസി അഭയകേന്ദ്രമായ ഹോപ്പ് വാലിക്കായി പുതിയ സൗകര്യപ്രദമായ കെട്ടിടം ഒരുക്കുന്നതിനാണ് വിദ്യാർത്ഥികൾ ഫണ്ട് ശേഖരണം നടത്തുന്നത്. 1000 രൂപ ടിക്കറ്റ് നിരക്കിൽ നടത്തുന്ന ഗസൽ പരിപാടിയിലൂടെയാണ് ഹോപ്പിനായി ഫണ്ട് ശേഖരിക്കുന്നതിനായി ക്യാമ്പയിൻ നടത്തുന്നത്. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിനായി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഹോപ്പ് വാലിയുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കാറുണ്ടെന്ന് എളിയാവൂർ CH സെന്റർ ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ അറിയിച്ചു. IAM സ്റ്റഡീസ് MD CA മുഹമ്മദ് സാലിഹ്, IAM സ്റ്റഡീസ് വിദ്യാർത്ഥിനി അർഷിത, KM ഷംസുദ്ദീൻ, സയ്യിദ് അബ്ദുള്ള, CH മുഹമ്മദ് അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. മുസ്ലിം സർവീസ് സൊസൈറ്റി ഉത്തരമേഖലാ സമ്മേളനം കണ്ണൂരിൽ നടക്കും. ജൂലൈ 7 ചേംബർ ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സംഗമം, യൂത്ത് മീറ്റ് എന്നിവയും നടത്തും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ഉത്തരമേഖലാ സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കേരളക്കരയിൽ നല്ല വ്യക്തി നല്ല സമൂഹം എന്ന മുദ്രാവാക്യത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സർവീസ് സൊസൈറ്റി അതിൻ്റെ ഉത്തരമേഖലാ സമ്മേളനം ജൂലൈ 7 ഞായറാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 300 ഡെലിഗേറ്റ്സാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളന പ്രമേയം സാമൂഹിക മുന്നേറ്റം മാനവികതയിലൂടെ എന്ന പ്രമേയത്തെ ആധാരമാക്കി നടക്കുന്ന സെമിനാറിൽ മത സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസ്ഥാന പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ്. സെമിനാർ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലാണ്. സംസ്ഥാന പ്രസിഡന്റ് P ഉണ്ണീൻ മുഖ്യാതിഥിയാകും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ അധ്യക്ഷനാകും. നല്ല വ്യക്തി നല്ല സമൂഹം എന്ന വിഷയത്തിൽ P മുഹമ്മദ് കോയ എഞ്ചിനീയർ സംഘടനാ സന്ദേശ സമർപ്പണം നടത്തും. രാവിലെ 11 നടന്ന സാമൂഹിക മുന്നേറ്റം മാനവികതയിലൂടെ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സംഗമം, യൂത്ത് മീറ്റ് എന്നിവയും നടത്തും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, കൺവീനർ PM അബ്ദുൽ നാസർ, P അബ്ദുൾ റസാഖ്, P മുനീർ, KP മുഹമ്മദ് അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. കേരള ലാറ്റിൻ കാത്തലിക്സ് അസോസിയേഷൻ ഫാദർ സ്റ്റാൻ സ്വാമി അനുസ്മരണം നടത്തി. കണ്ണൂർ ബിഷപ്പ് ഹൗസ് ഹാളിൽ നടത്തിയ അനുസ്മരണ പരിപാടി ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. ഫാദർ സ്റ്റാൻ സ്വാമി അധിസ്ഥിതരുടെ പക്ഷം ചേർന്ന മനുഷ്യസ്നേഹിയാണെന്ന് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അനുസ്മരിച്ചു.
ജനാധിപത്യ മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കുമായി എരിഞ്ഞസ്തമിച്ച മഹാത്യാഗി നന്മ നിറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ എന്നും നീതിസൂര്യനായി ജ്വലിക്കുമെന്ന് ഡോക്ടർ അലക്സ് വടക്കുംതല പറഞ്ഞു. നീതിയുടെ പോരാട്ടഭൂമിയിലെ നിർഭയനായ പോരാളി ഫാദർ സ്റ്റാൻ സ്വാമി അധസ്ഥിതരുടെ പക്ഷം ചേർന്ന മനുഷ്യസ്നേഹിയാണെന്നും കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അനുസ്മരിച്ചു. കണ്ണൂർ രൂപത കേരള ലാറ്റിൻ കാത്തലിക്സ് അസോസിയേഷന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KLCA രൂപത പ്രസിഡന്റ് ഗോഡ്സൺ റിക്രൂസ് അധ്യക്ഷത വഹിച്ചു. മോൺ ക്ലാരൻസ് പാലിയത്ത് രൂപത KLCA ഡയറക്ടർ ഫാദർ മാർട്ടിൻ രായപ്പൻ, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് പൈനാടത്ത്, KLCA സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി, മുൻ സംസ്ഥാന പ്രസിഡന്റ് ആന്റണി നറോണ, ഫാദർ വിപിൻ വില്യം, രൂപത ജനറൽ സെക്രട്ടറി ശ്രീജൻ ഫ്രാൻസിസ്, KLCWA സംസ്ഥാന പ്രസിഡന്റ് ഷെർലി സ്റ്റാൻസി, ഫ്രാൻസിസ് അലക്സ്, ജോയ് സി മൈനസസ്, KH ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണ-വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 65 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6700, പവന് 53,600, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനം വകുപ്പിനെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടില്ല. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. വനം വകുപ്പ് മേധാവിയുമായി പ്രശ്നങ്ങളില്ലെന്നും AK ശശീന്ദ്രൻ. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണവുമായി വിദ്യാർത്ഥികൾ. ബഷീർ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച് വിദ്യാലയങ്ങൾ. കലക്ടറെ അറിയാൻ പരിപാടിയുമായി താവക്കര ഗവൺമെന്റ് UP സ്കൂളും. ജൂലൈ 30, 31 തീയതികളിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു. പണിമുടക്കം DA വാഗ്ദാനം ഉത്തരവാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ദ്വിദിന സമരത്തിന് മുന്നോടിയായി മേഖലാ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.